കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു പ്രിയങ്ക ചതുർവേദി. പ്രിയങ്ക ചതുർവേദിയെ അവഗണിച്ച് പ്രിയങ്ക ചതുർവേദി കോൺഗ്രസ് വിട്ട് നേരെ ശിവസേനയിൽ പോയി രാജ്യസഭാ അംഗമാണ് ഇപ്പോൾ പ്രതിപക്ഷത്താണ് നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരു നേതാവാണ് വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു സുസ്മിത ദേവ്. അവരെയും ഇതുപോലെ അവഗണിച്ച് വിട്ട് അവസാനം അവർ തൃണമൂൽ കോൺഗ്രസിൽ പോയി അസമിൽ നിന്നുള്ള MP ആണ്. ആ നിലയിൽ ഒരുപാട് വനിതാ നേതാക്കൾ ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധി മത്സരിച്ച് ജയിക്കുന്നത് സംവരണ സീറ്റിൽ നിന്ന് അല്ലല്ലോ. അപ്പം അങ്ങനെ ആ നിലയ്ക്ക് സ്വപ്നം കണ്ട ഒരു പ്രസ്ഥാനത്തിൽ എത്ര ആളുകൾക്ക് അതിന്റെ പരിഗണന കിട്ടുന്നുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നൊരു സ്ത്രീ മുഖ്യമന്ത്രി എന്നൊരു സ്വപ്നം കാണുന്നുണ്ട്. അത് ആത്മാർത്ഥമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതാണ് ആ കടുത്ത തരംഗത്തിലും തോറ്റുപോയ രണ്ട് നേതാക്കൾ ആരാ സ്മൃതി മാഡം? ഒന്ന് രമ്യ ഹരിദാസും ഒന്ന് ഷാനിമോൾ ഉസ്മാനുമാണ്. കേരളത്തിൽ നിന്ന് ഒരു വനിതാ MP ആരാ? പ്രിയങ്ക ഗാന്ധി മലയാളിയല്ല. ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് മത്സരിച്ച ഈ 95 സീറ്റിലെ കേരളത്തിലെ 95 സീറ്റിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് രാഹുൽ ഗാന്ധി കൂടി ചേർന്നിട്ടാണല്ലോ. ഇത്ര എതിരഭിപ്രായം ഉണ്ടെന്നറിയോ? ഈ വനിതാ ബില്ലിന് വേണ്ടി ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പണിയെടുത്തതും അത് നടപ്പിലാക്കാൻ ശ്രമിച്ചതും കോൺഗ്രസ് ആണ്. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കോൺഗ്രസ് ആണ്. നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കോൺഗ്രസ് ആണ്. നമ്മൾ ഈ പ്രവൃത്തിയും വാക്കും തമ്മിൽ രണ്ടും രണ്ടാണ് എന്ന് പറയാം. ഞാനിപ്പം ശ്രദ്ധിക്കുകയാണ്. എന്താ അറിയോ, പുതിയ പാർലമെന്റ് ബിൽഡിംഗ് പണിതല്ലോ, അതിൻ്റെ അകത്ത് എത്ര സീറ്റാണ് BJP ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അറിയോ? 900-ലധികം സീറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം അവരുടെ മുന്നിൽ വലിയ പ്ലാനാണ് ഇത് 900-ലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയാണ് അവരുടേത്. കാരണം 540 പാർലമെന്റ് അംഗങ്ങളുള്ള സ്ഥലത്ത് 540 സീറ്റുള്ള പാർലമെന്റ് ബിൽഡിംഗ് മതി. പക്ഷേ അവർ ആ കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പം അതിനെ നമ്മൾ ചെറുതായിട്ട് കാണണ്ട, അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. 25 വർഷത്തിനപ്പുറമുള്ള ഇന്ത്യയെക്കുറിച്ചാണ് ഇന്ന് BJP ചിന്തിച്ചു തുടങ്ങുന്നത്. ഇന്ത്യയെക്കുറിച്ചല്ല, ഇന്ത്യയിൽ BJPയുടെ റോൾ എന്തായിരിക്കണം എന്നതിനെ. BJP ഓരോ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഓരോ തരത്തിലും നമ്മൾ ഈ പറയുന്ന വനിതകൾ മുന്നോട്ട് വരുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് 50% വനിതകൾ രാഷ്ട്രീയ നേതൃത്വം കൈയാളുന്ന വനിതകളെ കുറിച്ച് സ്വപ്നം കണ്ടാൽ പോരാ, അതിനവർക്ക് അവസരമൊരുക്കുന്ന തരത്തിലുള്ള വിജയമുറപ്പുള്ള സീറ്റ് നിർണയത്തിന് അധികാരമുള്ള നേതാക്കൾ ഇടപെട്ട് നടത്തുകയും വേണം. ഞാൻ പറഞ്ഞ ആൻഡ്രൂ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ വനിതാ സംവരണത്തിന് വേണ്ടി ഇത്രയും വാദിച്ച കോൺഗ്രസ് ഒരിക്കൽ പോലും അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്.